ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വീട്ടിൽ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബാച്ചിലർ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗ്രിൽ ചിക്കൻ്റെ റെസിപ്പിയാണ്. ബാച്ചിലർ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം അത്ര സിമ്പിളായിട്ടാണ് നമുക്കിതിൻ്റെ മസാലയൊക്കെ വരുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുന്നേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒന്ന് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. നമുക്ക് വേഗം തന്നെ ഈ ഒരു വീഡിയോയിലോട്ട് കടക്കാം. ഈ ഒരു ഗ്രിൽ ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 സ്പ്രിംഗ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രോയിലർ ചിക്കനായിട്ടുള്ള വലിയ പീസായിട്ടുള്ള ചിക്കനിൽ വലിയ മുഴുവൻ ചിക്കൻ അങ്ങനെ എടുക്കാം. നന്നായിട്ട് കഴുകി എടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് മാരിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ആയതുകൊണ്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം ടീസ്പൂൺ അളവാണ്. പിന്നെ 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ടീസ്പൂണോ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ടുള്ളൊരു മാരിനേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് അങ്ങനെ മസാലയിൽ കുത്തലാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഇപ്പോൾ മസാല എല്ലാം തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഫ്ലേവേഴ്സൊക്കെ ബാലൻസ് ആണോ നോക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കനിലേക്ക് നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇത് മൊത്തത്തിലുള്ള ഒരു കോഴിയാണെങ്കിൽ ഈ ഒരു മസാല തന്നെ മതിയാകും. ഇതിപ്പോൾ 2 എണ്ണം ഉള്ളതുകൊണ്ട് 2 കോഴി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരാൾക്ക് ഒരു കോഴി എന്ന അളവിലാണ് കേട്ടോ ഈ സ്പ്രിംഗ് ചിക്കൻ ആകുമ്പം വരുന്നത്. കാരണം സ്പ്രിംഗ് ചിക്കൻ അത്ര ചെറുതായിരിക്കുമല്ലോ. അപ്പോൾ ഒരാൾക്ക് തന്നെ കഴിക്കാൻ ഒരു ചിക്കൻ മതിയാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തിപ്പം പിടിപ്പിക്കാം. പിന്നെ ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി മാരിനേറ്റേഷൻ ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പം നമ്മൾ ഓവനകത്തുള്ള ഗ്രില്ല് ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഗ്രില്ലിംഗ് ഓപ്ഷനിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ റോട്ടിസറി ഓപ്ഷനിൽ വെച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കൈയും കാലും നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. കാരണം വെന്ത് വരുമ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ 2 ചിക്കനും നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ തന്നെ കൈയും കാലും ഒക്കെ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്ത ശേഷം നമ്മളിത് ആ ഒരു റോട്ടിസറി ഓപ്ഷനിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു റോട്ടിസറി ഓപ്ഷനിൽ നമുക്ക് ഇതുപോലുള്ള 3 സ്പ്രിംഗ് ചിക്കൻ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ആദ്യത്തെ സൈഡിൽ വെച്ച് കൊടുത്താൽ രണ്ടാമത്തെ ചിക്കൻ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് കറങ്ങി വരില്ല. അപ്പോൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെ കുത്തി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് 2 ചിക്കനും തമ്മിൽ നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 3 ചിക്കൻ വെക്കുകയാണെങ്കിൽ 3 ചിക്കനും തമ്മിൽ കെട്ടി വെച്ച് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക, തിരിയുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇതിപ്പോൾ പ്രോപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റോട്ടിസറിയിലേക്ക് വെച്ച് കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമ്മളൊരു 45 മിനിറ്റ്സാണ് 30 to 45 മിനിറ്റ്സാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. വലിയ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 അവറിൻ്റെ അടുത്ത് വരുന്നതാണ്. സ്ലോ കുക്ക് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. ഇതിനകത്ത് വേറെ ഓയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചേർക്കുന്നില്ല. ആകെ 2 ടീസ്പൂൺ ബട്ടർ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഈ മസാലയിൽ തന്നെ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷേ അത് നല്ല അൺഹെൽത്തി ആയിട്ട് മാറുന്നതാണ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. ഇങ്ങനെയാകുമ്പോൾ അത്ര ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് മോൾഭാഗം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ വേണമെങ്കിൽ ഒരല്പം ബട്ടർ നമുക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഒന്ന് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഓവന് പകരം നിങ്ങൾക്ക് എയർ ഫ്രയറിലും ഇതേ സെയിം റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ മോൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ലൊരു ഇതായി വന്നിട്ടുണ്ട്. ഇനി റോട്ടിസറി ഓപ്ഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓവനിൽ തന്നെ നിങ്ങൾക്ക് വേറെ തട്ടുണ്ടല്ലോ, ഒരുപാട് ചിക്കൻ വെക്കാൻ പറ്റുന്ന ഓപ്ഷൻ, അതിൻ്റെ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെയാകുമ്പോൾ എല്ലാ ഭാഗത്തും ഈവൻലി കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് തിരിച്ച് മറിച്ചിടേണ്ട ആവശ്യമില്ല.
അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് കുറച്ച് മെൽറ്റഡ് ബട്ടർ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ചിക്കന് വേണ്ടി നമ്മൾ ആകെ 2 ടീസ്പൂൺ ബട്ടർ മാത്രമാണ് നമ്മൾ എണ്ണയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പം മോൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പി സ്കിന്നായി വന്നിട്ടുണ്ട്, ഉള്ളിൽ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ മയണൈസൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിത് വേണ്ടി ചപ്പാത്തിയോ ഡിന്നറിനായിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ടേൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് സലാഡ്സും പിന്നെ നല്ല ഹെൽത്തി മയണൈസും ഒക്കെ കൂട്ടിയിട്ടാണ് നമ്മളിത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ ഈ റൊട്ടിസറിയിൽ നിന്ന് നമുക്കിതൊന്ന് ഊരിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ഇടയ്ക്ക് വീട്ടിൽ നമുക്ക് ഗ്രിൽ ചിക്കൻ കഴിക്കണം തോന്നുമ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. കൂടുതൽ പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് വേറെ എന്താ പറയുക ട്രേയിൽ വെച്ചിട്ട് ഒരു 5-6 ചിക്കൻ ഒരുമിച്ച് വെക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താലും മതി, ബേക്ക് ചെയ്തെടുക്കാം. അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും, എന്നാലും കുഴപ്പമില്ലാത്ത ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് കഴിക്കുന്നതിന് മുൻപ് ഒരൽപ്പം ചെറുനാരങ്ങ കൂടെ അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് കഴിക്കാം. അപ്പോൾ അത് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്ത് നോക്കാം. ഇല്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എയർ ഫ്രയറിൽ നമുക്ക് ഈ സെയിം റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ.